ഭഗവാന്റെ അടുക്കൽ ചെന്ന് കൽപ്പിച്ചു പറയുകയുണ്ടായി, നാളെ തിരുവോണമാണ്, തിരുവോണത്തിന് വെക്കാൻ ചോറ് വെക്കണല്ലോ, ഒന്നുമില്ലല്ലോ, നമുക്കുള്ളത് കൊണ്ടുവരുമ്പോൾ ആ ഉള്ളത് കൊണ്ട് നമുക്ക് വിഭവങ്ങൾ ഒരുക്കാം. ആ ഭക്ഷണം ഒരുക്കി വെച്ച് എല്ലാം ഒരുക്കി ഭഗവാൻ, എല്ലാം ഒരുക്കി ഭഗവാൻ വെച്ചിട്ട് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഭഗവാന്റെ തിരുമുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ ഇതുകൊണ്ട് തികയത്തില്ല. ഭഗവാൻ കൽപ്പിച്ചത് ഞാൻ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് വിളമ്പിയാൽ മതി. ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഈ അന്നദാനം നിങ്ങൾ വിളമ്പിയാൽ മതി. അപ്പോൾ രണ്ടുപേര് പന്നിനി പറഞ്ഞു, ഇന്ന് വരും എല്ലാം ചെയ്യും. എടുത്തിട്ട് അവർ വിളമ്പി വെച്ചു. ഭഗവാന്റെ കൽപ്പന പാലിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ആര് ഭഗവാന്റെ കൽപ്പന പാലിക്കുന്നുവോ അവർക്ക് എന്നും ഉണ്ടായി വരുമെന്നുള്ളതിന്റെ അനുഭവസ്ഥ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. ഭഗവാൻ കൽപ്പിച്ചു. ആ ഇല എടുത്തു വെച്ചിട്ട് ഭഗവാൻ ബന്ധം അന്ന് ഇല സ്ഥലമില്ല. ഇപ്പോൾ നമ്മുടെ ഭഗവാന്റെ ഷഷ്ടിപൂർത്തി മന്ദിരം ഇരിക്കുന്നതിന്റെ തൊട്ട് പുറകിൽ ഒരു ചെറിയൊരു ഷെഡ് പോലെ പണിതിട്ട് അതിനകത്താണ് ഈ അന്നദാനം കൊടുത്തത്. അവിടേക്ക് കടന്നു വന്ന ശുഭാനന്ദ ഗുരുദേവ തിരുവടികള് ആ ഇത് കണ്ടുകൊണ്ട് ചോദിച്ചു, ആരാണ് ഇത് വിളമ്പിയത്? ഈ ഇല ആര് വിളമ്പി? എടുത്തു തോട്ടിക്കളയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാരും ഓർത്തു, ഒരു ഇച്ചിരേ ഉള്ളല്ലോ ഇത്, എടുത്തു കളഞ്ഞാൽ ബാക്കിയുള്ളവരെങ്ങനെ ഉണ്ണും? അപ്പോഴും എടുത്തു കളയടാന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പാലിച്ചു. ഭക്തന്മാരെടുത്ത് തോട്ടിൽ കളഞ്ഞു. ആ ചോറെടുത്ത് അതുപോലെ തോട്ടിൽ കളഞ്ഞു. നമ്മളാണെങ്കിലും എന്ത് ചെയ്യും? ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ അന്നദാനം നമ്മളെടുത്ത് തോട്ടിക്കളയും. തോട്ടിക്കളയില്ല. എന്റെ ഗുരുനാഥന്റെ കൽപ്പന എന്താണോ അത് പാലിപ്പാനാണ്. ഓരോ തിരുവുടലിനെയും വണങ്ങിക്കൊണ്ട് ഇന്ന് നമുക്ക് കൽപ്പിച്ച് ഈ 38ാമത്തെ വാർഷിക മഹോത്സവം ആ കറക്റ്റ് ഡേറ്റിന് സെപ്റ്റംബർ 5 ചിങ്ങം 20 അതിനുവേണ്ടി പൊന്നമ്പുരാന്റെ അടുക്കൽ എന്ന് പറഞ്ഞ ആ ഡേറ്റ് നമുക്ക് തിരുത്തി തന്ന സർവലോകനാഥനാകുന്ന ജഗദീശ്വരനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ടും ഇത്രയും ആനന്ദകരമായി സന്തോഷകരമായി ആ തൃക്കൊടിയേറ്റ കർമ്മം